ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 12 വർഷം നരേന്ദ്രമോദി തികയ്ക്കുമ്പോൾ നരേന്ദ്രമോദി ജവഹർലാൽ നെഹ്റുവിനെ ഓവർടേക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു റെക്കോർഡ് കൂടി അവിടെ സ്ഥാപിക്കുകയാണ്. പക്ഷേ ജവഹർലാൽ നെഹ്റുവിന് ചുളുവിൽ ഭരിക്കാൻ കിട്ടിയ 5 വർഷം കൂടി കണക്കിലെടുത്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് ആ റെക്കോർഡ് ഭേദിക്കാൻ സാധിക്കുന്നില്ല എന്ന് കൊങ്ങികൾ ഒരു ഭാഗത്ത് പറഞ്ഞു പരത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ജവഹർലാൽ നെഹ്റുവിന് ചുളുവിൽ കിട്ടിയ ആ 5 കൊല്ലം കൂടി ഒരു താൽക്കാലിക മന്ത്രിസഭയ്ക്ക് ഭരിക്കാൻ കിട്ടിയ ആ ഒരു സമയത്ത് ജവഹർലാൽ നെഹ്റു ഭരിച്ചത് അദ്ദേഹം ജനപ്രതിനിധി ആയിരുന്നില്ലെങ്കിൽ പോലും, അതായത് ജനങ്ങൾ തെരഞ്ഞെടുത്തതല്ലെങ്കിൽ പോലും അദ്ദേഹം ഇത്ര ദിവസം ജയിലിൽ കടന്ന ശേഷമാണ് ഭരിക്കാൻ വന്നത് എന്നൊക്കെ പറഞ്ഞ് താത്വികമായും സാഹിത്യപരമായും തള്ളിമറിക്കുന്ന ഒരുപാട് കമ്മിക്കുട്ടന്മാരെയും നിരാശ പൂണ്ട കൊങ്ങികളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർക്കിനി നിരാശപ്പെടാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം ആ റെക്കോർഡ് പോയി. നെഹ്റു എന്ന് പറയുന്ന വ്യക്തി രാജ്യം ഭരിച്ചതിൻ്റെ ഫലമാണ് നരേന്ദ്രമോദി ഇന്ന് ആസ്വദിക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്കൊരൊറ്റ ചോദ്യമേ മാത്രമേ ചോദിക്കാനുള്ളൂ. കാരണം നെഹ്റു ഭരിച്ചു കഴിഞ്ഞ ശേഷം നരേന്ദ്രമോദി 2014 വന്നപ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് രാജ്യത്തുള്ള എല്ലാ ജനങ്ങൾക്കും കക്കൂസ് കെട്ടിക്കൊടുക്കേണ്ട ആവശ്യം വന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നെഹ്റു, അതായത് ഒരു മനുഷ്യന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യമാണ് കക്കൂസ് എന്ന് പറയുന്നത്. ഈ കക്കൂസ് നെഹ്റു കെട്ടിയിട്ടില്ല. അവിടെ നിന്ന് തുടങ്ങണം. അതുപോലും ഈ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ നരേന്ദ്രമോദിയുടെ 12 വർഷം തികയുമ്പോൾ ഇപ്പോൾ രാജ്യം പുതിയൊരു റെക്കോർഡ് കൂടി ഇടുകയാണ്. അതായത് മോദിയുടെ ഭരണത്തിന്റെ ഫലമായി പുതിയ റെക്കോർഡ് വരികയാണ്. ഇന്ത്യ നൗ ഹാസ് ദ വേൾഡ്സ് ലോങ്സ്റ്റ് റോഡ് നെറ്റ്വർക്ക് അറ്റ് 6.7 മില്യൺ കിലോമീറ്റർ എന്നുള്ളതാണ് റെക്കോർഡ്, സർപാസിംഗ് ബോത്ത് ദ US ആൻഡ് ചൈന. അതായത് നമ്മുടെ രാജ്യം ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് നെറ്റ്വർക്കിൽ ഒരു റെക്കോർഡ് ഇട്ടിരിക്കുന്നു. 6.7 മില്യൺ കിലോമീറ്ററാണ് നമ്മുടെ രാജ്യത്തുള്ള റോഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയാണ് അതിൽ നമ്പർ 1 ആയിരിക്കുന്നത്. US 6.59 മില്യൺ കിലോമീറ്റർ, ചൈന 5.49 മില്യൺ കിലോമീറ്ററുമായി 2-3 സ്ഥാനങ്ങളിലായി പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്തായിരുന്നാലും നെഹ്റു ഈ ഭൂമി ഉണ്ടാക്കിയിട്ടത് കൊണ്ട് നരേന്ദ്രമോദിക്ക് റോഡ് പണിയാൻ പറ്റി എന്ന് പറഞ്ഞ് ആശ്വസിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.